അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, എലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു. എലക്ഷന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എലക്ഷൻ നടക്കുന്നതിന് മുമ്പ് തലകുനിച്ച് വോട്ടർമാരെ കണ്ട് നടന്നിരുന്ന പലരും തല തിരിക്കുന്ന ഒരു കാലഘട്ടമാണോ വരാൻ പോകുന്നത്? നമ്മളൊന്ന് ചിന്തിക്കുക. എലക്ഷന് മുന്നോടിയായിട്ട് ഒരുപാട് വാട്സപ്പിന്റെ സ്റ്റാറ്റസുകൾ അല്ലെങ്കിൽ ഒരുപാട് റീലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. 2 രൂപയുടെ പെന്ന് വാങ്ങുമ്പോൾ ശരിയായ രീതിയിൽ എഴുത്ത് വീഴുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നവരാണ് മലയാളികൾ. അതുപോലെ തന്നെ തേങ്ങ വാങ്ങുമ്പോൾ നല്ല രീതിയിൽ കുലുങ്ങുന്നുണ്ടോ എന്ന് നോക്കുന്നവരാണ് മലയാളികൾ. എന്നാൽ 5 വർഷം നാട് ഭരിക്കേണ്ട, നാടിന്റെ ഭരണാധിപരായി നാടിന്റെ വികസനത്തിന് കാവല് നിൽക്കേണ്ട, പ്രവർത്തിക്കേണ്ടവർ അത് എത്രത്തോളം ഉപയോഗപ്രദമാകുന്നവരാണോ എന്ന് കണ്ടെത്തണം എന്നിങ്ങനെ പറഞ്ഞ് പല തരത്തിലുള്ള റീൽസുകളും സ്റ്റാറ്റസുകളും കണ്ടവരാണ് നാം. ഇനി നമുക്കൊന്ന് ചിന്തിക്കാം. എലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു. വിജയിച്ചവരുടെ ആഹ്ലാദങ്ങളും അവരുടെ ആരവങ്ങളും അവരുടെ കൊട്ടിഘോഷങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഇനിയൊന്ന് ചിന്തിക്കണം. തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്താണ് അവരുടെ ഉത്തരവാദിത്തം? എന്താണ് അവർക്കുള്ള പണി? 4 ആള് കാണുക ഏതെങ്കിലും തരത്തിലുള്ള ചാരിറ്റി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ 4 ആള് കാണുന്നതിന് വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾ മാത്രം കാഴ്ചവെക്കുക എന്നതാണോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. ഇവിടെയാണ് മഹാനായ അഹ്മദുൽ കബീർ തങ്ങൾ റളിയല്ലാഹു അൻഹു, അവരുടെ ജീവിതം നമുക്ക് പാഠമാണ്, മാതൃകയാണ്. അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയല്ല. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്കറിയാം. ശരീരത്തിൽ മുറിവേറ്റ ഒരു നായ, ആ മുറിവ് വളരെയധികം വൃത്തിഹീനമായി ദുർഗന്ധം വമിക്കുന്ന രീതിയിലേക്ക് എത്തുകയും നാട്ടുകാര് ആ നായയെ കാണുമ്പോൾ ആട്ടിയോടിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ആ നായയെ കൂട്ടിയിട്ട് ഒരു തീരദേശത്തേക്ക് പോവുകയാണ്. അവിടെ നിന്ന് 40 ദിവസത്തോളം ആ നായക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ കൃത്യമായി ചെയ്തു. ആരുടെ മുന്നിലും ഒരു ചാരിറ്റി പ്രവർത്തകനാവുന്നതിന് വേണ്ടിയല്ല, ഒരു സേവകനാകുന്നതിന് വേണ്ടിയല്ല. അവിടെ ആ ഒരു മിണ്ടാപ്രാണിയോട് കാണിക്കുന്ന ദയയാണ്, കാരുണ്യമാണ്. അത് നമുക്കുള്ള പാഠമാണ്. അതിന്റെ ആ മുറിവ് പൂർണ്ണമായും ഉണങ്ങി അത് പൂർവ്വ ആരോഗ്യസ്ഥിതി എത്തിയതിന് ശേഷമാണ് അതിനെ എന്ത് ചെയ്യുന്നത്, സ്വതന്ത്രമാക്കുന്നത്. അതൊരു ഒരു 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 മിണ്ടാപ്രാണിയോട് ചെയ്ത ഒരേ ഒരു ചരിത്രം. എന്നാൽ മഹാനവറുകളുടെ നാട്ടിൽ കിടപ്പ് രോഗികളായ പലരുടെയും അരികിൽ ആരുമറിയാതെ ആ കിടപ്പ് രോഗികൾ കിടക്കുന്ന സ്ഥലങ്ങളും അവരുടെ വസ്ത്രവും അവരുടെ ശരീരവും മറ്റാരുമറിയാതെ കൃത്യമായി വൃത്തിയാക്കി ശുദ്ധിയാക്കി നല്ല രീതിയിൽ പരിചരിക്കുന്ന ആ ഒരു നേതാവ്, ആ ഒരു മഹാൻ നമുക്ക് പാഠമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കേവലം എലക്ഷൻ വരുമ്പോ നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി നമ്മോടൊപ്പം കൂടി നടക്കുന്നവരാവരുത് നാം. നമ്മുടെ നാടിന് വേണ്ടി എന്നും പ്രവർത്തിക്കുന്ന, നമ്മുടെ നാടിന്റെ നന്മക്ക് വേണ്ടി എന്നും ഇറങ്ങി പ്രവർത്തിക്കുന്നവരാവണം നമ്മുടെ നാടിന്റെ ഭരണാധികാരികൾ, നാം തെരഞ്ഞെടുത്തവർ. അങ്ങനെയുള്ളവരാകുമ്പോഴാണ് നാടിന് നന്മയുണ്ടാവുക. അങ്ങനെ വരുമ്പോഴാണ് അവരോടുള്ള റെസ്പെക്ട്, അവരോടുള്ള സ്നേഹം, അവരോടുള്ള കൂറ് നമുക്ക് കൃത്യമായി ഉണ്ടാവുക. നാം തെരഞ്ഞെടുക്കപ്പെട്ടവർ അത്തരത്തിലുള്ളവരാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും.